ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം H-1B വിസ ഫീസ് $1,00,000 ഉയർത്തിയത് യുഎസിൽ ജോലി ചെയ്യാൻ ആഗ്രഹിച്ച വിദേശികളായ ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്കും വലിയ തിരിച്ചടിയായിരുന്നു. ഇത്രയും വൻ തുക നൽകി വിസ സ്പോൺസർ ചെയ്യാൻ കമ്പനികൾ തയ്യാറാകില്ലെന്ന റിപ്പോർട്ടുകളാണ് ആരോഗ്യ പ്രവർത്തകരുടെ അമേരിക്കൻ സ്വപ്നങ്ങൾക്ക് കരിനിഴൽ വീഴ്ത്തിയത്. എന്നാൽ ഇപ്പോൾ ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെ ഉള്ള ആരോഗ്യ പ്രവർത്തകരെ $1,00,000 ഫീസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് അമേരിക്കൻ നിയമനിർമ്മാതാക്കൾ പുതിയ ബില്ല് അവതരിപ്പിച്ചിരിക്കുകയാണ്. റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടികളിലെ പ്രമുഖർ സംയുക്തമായാണ് H-1B ഫോർ ഫിസിഷ്യൻസ് ആൻഡ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആക്ട് എന്ന പേരിലുള്ള ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ വിസ അപേക്ഷകൾക്ക് നൽകേണ്ടി വരുന്ന ഭീമമായ തുകയിൽ നിന്ന് ആശുപത്രികളെയും മെഡിക്കൽ ഗ്രൂപ്പുകളെയും സംരക്ഷിക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞ കുറച്ചു കാലമായി അമേരിക്കൻ ആരോഗ്യ മേഖലയിൽ വിദേശത്തു നിന്നുള്ള പ്രൊഫഷണലുകളുടെ സേവനം ഒഴിച്ചുകൂടാനാവാത്തതാണ്. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലും ഉൾനാടൻ പ്രദേശങ്ങളിലും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും വലിയ കുറവ് രാജ്യം നേരിടുന്നുണ്ട്. നിലവിലെ കണക്കുകൾ പ്രകാരം അമേരിക്കയിലെ ഡോക്ടർമാരിൽ 27%, നഴ്സുമാരിൽ വലിയൊരു വിഭാഗവും വിദേശത്തു നിന്ന് ഉള്ളവരാണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 21-നാണ് $2,000-നും $5,000-നും ഇടയിലായിരുന്ന H-1B വിസ ഫീസ് $1,00,000 ഉയർത്തിയത് പ്രാബല്യത്തിൽ വന്നത്. ഈ തുക സാധാരണ ആശുപത്രികൾക്കും മെഡിക്കൽ ക്ലിനിക്കുകൾക്കും താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഈ സാമ്പത്തിക ഭാരം ആരോഗ്യ മേഖലയെ തകർക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഇതിനോടകം തന്നെ 20 സംസ്ഥാനങ്ങൾ വൈറ്റ് ഹൌസിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ഭരണഘടനാ വിരുദ്ധമാണ് ഈ ഫീസ് വർധനമെന്നാണ് ഇവരുടെ വാദം. അതേസമയം വിദേശികളായ സ്കിൽഡ് പ്രൊഫഷണലുകളെ അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്ന H-1B വിസ പ്രോഗ്രാമിനെതിരെ കടുത്ത രോഷം ഉയരുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായതെന്നതും ശ്രദ്ധേയമാണ്. H-1B വിസ പ്രോഗ്രാം തന്നെ പൂർണ്ണമായും നിർത്തലാക്കണമെന്ന ആവശ്യവുമായി എക്സൈൽ ആക്ട് എന്ന പേരിൽ മറ്റൊരു വിഭാഗം നിയമനിർമ്മാണത്തിന് ശ്രമം ആരംഭിച്ചിരുന്നു. H-1B വിസ മാർഗം അമേരിക്കയിൽ എത്തുന്ന വിദേശികൾ അമേരിക്കൻ പൗരന്മാരുടെ ജോലി തട്ടിയെടുക്കുന്നുവെന്ന ആരോപണം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ അഥവാ മാഗ വിഭാഗം ഉയർത്തുന്നുണ്ട്. അതുകൂടാതെ സർക്കാർ സർവകലാശാലകളിലേക്ക് H-1B വിസ പ്രോഗ്രാം മുഖേന വിദേശികളെ പുതിയതായി നിയമിക്കുന്നത് ഫ്ലോറിഡയും ടെക്സസും താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ഫ്ലോറിഡയിലെ പബ്ലിക് സർവകലാശാല സംവിധാനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന ബോർഡ് ഓഫ് ഗവർണേഴ്സ് എടുത്ത തീരുമാനപ്രകാരം 2027 ജനുവരി 5 വരെ പുതിയ H-1B വിസ നിയമനങ്ങൾ നടത്തില്ല. ഫ്ലോറിഡയിലെ 12ഓളം പൊതു സർവകലാശാലകളിൽ 10 അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയർന്ന ഗവേഷണ നിലവാരമുള്ളവയാണ്. നിലവിൽ അവിടെ ജോലി ചെയ്യുന്ന 1000-ലധികം വിദേശ ജീവനക്കാർക്ക് തൽക്കാലം ഭീഷണിയില്ലെങ്കിലും പുതിയ പ്രതിഭകളെ നിയമിക്കുന്നത് തടയുന്നത് സർവകലാശാലകളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന വിലയിരുത്തലുണ്ട്. അതേസമയം ഈ തീരുമാനം ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ മേഖലകളെ ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട്. H-1B വിസയിലുള്ള പുതിയ നിയമനങ്ങൾക്കാണ് ഈ സംസ്ഥാനങ്ങളിൽ നിയന്ത്രണം വന്നത്. ഗവേഷണ രംഗത്ത് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈ സർവകലാശാലകളിൽ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ പുതിയ കണ്ടുപിടുത്തങ്ങളെയും പഠനങ്ങളെയും ഈ തീരുമാനം ദോഷകരമായി ബാധിക്കുമെന്നാണ് വിദ്യാഭ്യാസ വിദഗ്ധർ വിലയിരുത്തുന്നത്. മറ്റ് സംസ്ഥാനങ്ങളും സമാന രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഭാവിയിൽ കൊണ്ടുവരുമോ എന്ന ഭീതിയും ഇപ്പോൾ ഉയരുന്നുണ്ട്.